നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്ന മലപ്പുറത്ത് ആശങ്കയായി എംബോക്സ് ഭീഷണി. രോഗലക്ഷണങ്ങളുമായി ഒരാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ദുബായിൽ നിന്നെത്തിയ ഇടവണ്ണ ഉദായി സ്വദേശിക്കാണ് രോഗലക്ഷണങ്ങളുള്ളത്. കോഴിക്കോട്ട് ലാബിലേക്ക് അയച്ച സാമ്പിളിൻ്റെ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് ഇവരും. അതേസമയം നിപ്പ രോഗലക്ഷണം കാണിച്ച 13 പേരുടെ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവായി എന്ന ആശ്വാസകരമായ വാർത്തയും വന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ബിപിൻ സി വിജയൻ തത്സമയം ചേരുകയാണ്. ബിപിൻ സി വിജയൻ, ഈ എംബോക്സിൻ്റെ കാര്യത്തിൽ എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവസ്ഥ? SKN ഈ എംപോക്സിൻ്റെ ഒരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഒതായി സ്വദേശിക്കാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ പരിശോധനാ ഫലം കോഴിക്കോട് ലാബിൽ നിന്നാണ് വരേണ്ടത്. സ്രവ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ അയച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെയാണ് പറഞ്ഞതുപോലെ തന്നെ പനിയും അതുപോലെ തന്നെ ത്വക്കിന് മുകളിൽ ഒരു ചിക്കൻ പോക്സിന് സമാനമായ ലക്ഷണങ്ങളുമായി ഒതായി സ്വദേശി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ OP-യിലേക്ക് എത്തുന്നത്. ഇതിൽ സംശയം തോന്നിയതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ഇവിടെ പ്രവേശിപ്പിക്കുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്രവ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള സാമ്പിൾ എടുക്കുകയും ചെയ്തത്. ഈ പരിശോധനാ ഫലമാണ് ഇപ്പോൾ കാത്തിരിക്കുകയും ചെയ്യുന്നത്. നിപ്പയെ സംബന്ധിച്ച് ഇന്ന് മലപ്പുറത്തിന് വലിയ ആശ്വാസത്തിൻ്റെ ഒരു ദിനം ആണെന്ന് തന്നെ പറയാം. കാരണം 16 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരിക്കുന്നു. രോഗലക്ഷണങ്ങൾ കാണിച്ച ആളുകളുടെ പരിശോധനാ ഫലമാണ് ഈ നെഗറ്റീവ് ആയിരിക്കുന്നത്. ഇപ്പോൾ 255 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇന്ന് ആരോഗ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ആണ് 255 പേർ ഇപ്പോൾ ക്വാറന്റൈനാണ് എന്നുള്ള വിവരം പങ്കുവച്ചിരിക്കുന്നത്. 80 പേർ കൂടി ഈ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ 50 പേരാണ് ഇപ്പോൾ പ്രൈമറി കോണ്ടാക്റ്റിൽ ഒരു ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഈ ഘട്ടത്തിൽ ഉള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് ഈ പരിശോധനകളെല്ലാം തന്നെ ലാബിൻ്റെ പരിശോധനകളെല്ലാം തന്നെ പ്രാഥമികമായി നടത്തുന്നത്. അതിൽ സംശയമുണ്ടെങ്കിൽ മാത്രമാണ് കോഴിക്കോട് ലാബിലേക്ക് അയക്കുന്നത്. ഒപ്പം തന്നെ ഈ നിപ്പയുടെ ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ 30ഓളം ഐസൊലേഷൻ മുറികളും അതുപോലെ തന്നെ ICU വാർഡുകളും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. MES ആശുപത്രിയിലും 21 പേർ ഇപ്പോൾ നിപ്പയുമായി ബന്ധപ്പെട്ട ചികിത്സയിലുണ്ട്. അവർക്ക് പ്രതിരോധ മരുന്ന് നൽകുന്നതിന് വേണ്ടി അഡ്മിറ്റ് ആക്കിയിട്ടുള്ള ഒരു ചികിത്സയാണ് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നതുപോലെ തന്നെയുള്ള ഒരു ഫീവർ സർവേ ഇന്നും SKN നടന്നിരുന്നു. അതിൽ 90% ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. 107 പേർക്ക് പനിയുണ്ടെന്ന് കണ്ടെത്തി. പക്ഷെ അവരാരും തന്നെ ഈ 23കാരൻ്റെ ഒരു സമ്പർക്ക പട്ടികയിലുള്ള ആൾ അല്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. 8 മുതൽ 10 ദിവസത്തിനുള്ളിലാണ് ഈ കൃത്യമായി ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും മൂർധന്യാവസ്ഥയിൽ കാണിക്കുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ആ ദിവസങ്ങളാണ് ഇപ്പോൾ നമ്മളുടെ മുന്നിലുള്ളത്. അപ്പോൾ അത് കഴിയുന്നതോടുകൂടി ഏകദേശം വ്യാപനം ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു കൃത്യത ആരോഗ്യവകുപ്പിനും വരുമെന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് ആശ്വാസത്തിൻ്റെ ഒരു ദിനമാണ്. ഒപ്പം തന്നെ എംപോക്സിൻ്റെ പരിശോധനാ ഫലം നാളെ വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. SK ബിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.